എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളായിട്ടുള്ള ഹെൽത്ത് ഇൻസ്പെക്ടർ, അതുപോലെ തന്നെ ഫാർമസി, അതായത് DPharm, അതുപോലെ തന്നെ DMLT, അതുപോലുള്ള വിവിധ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളുടെ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ അറിയിക്കാനുള്ള അവസാന അവസരം ഇന്ന് വൈകുന്നേരം 5 മണി വരെയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇതിനുശേഷം പിന്നീട് മെയിൻ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. വിദ്യാർത്ഥികളുടെ എന്തെങ്കിലും പരാതികളൊക്കെ നിങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച ശേഷമായിരിക്കും മെയിൻ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക. മെയിൻ റാങ്ക് ലിസ്റ്റ് ഇനി അതായത് ഏകദേശം നിങ്ങൾക്ക് 22-ാം തീയതിയോടെ തന്നെ മെയിൻ റാങ്ക് ലിസ്റ്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ അപേക്ഷയിൽ വല്ല തെറ്റുകൾ ഉണ്ട് എങ്കിൽ വിദ്യാർത്ഥികൾ എന്താണ് തെറ്റുകൾ എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട്, അതുപോലെ തന്നെ തെറ്റുകൾ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻ്റ് കൂടി അറ്റാച്ച് ചെയ്തുകൊണ്ട് lbstvpm@gmail.com എന്നുള്ള ഇമെയിൽ ഐഡിയിലേക്ക് നിങ്ങളുടെ പരാതികൾ അറിയിക്കേണ്ടതാണ്. അപ്പോൾ 18/11/2024 വൈകുന്നേരം 5 മണി വരെയാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പരാതികൾ, അതായത് നിങ്ങളുടെ അപേക്ഷയിലെ തെറ്റുകൾ സംബന്ധിച്ചുള്ള പരാതികൾ നിങ്ങൾക്ക് അറിയിക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ നിങ്ങൾക്ക് LBS വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് സൈഡിലുള്ള 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്കിവിടെ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഈ ഒരു റാങ്ക് ലിസ്റ്റ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ DPharm കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ DH ആൻഡ് പാരാമെഡിക്കൽ കോഴ്സസിൻ്റെതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചില സമയത്ത് നോക്കുന്ന സമയത്ത് DPharmൻ്റെ ലിസ്റ്റിൽ നിങ്ങളെ കാണില്ല. അതുപോലെ തന്നെ DHയുടെ പാരാമെഡിക്കൽ കോഴ്സസിൻ്റെ ലിസ്റ്റ് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പർ വന്നതായിട്ട് കാണാൻ സാധിക്കില്ല. അത് മെയിൻ റാങ്ക് ലിസ്റ്റ് വരുന്ന സമയത്ത് അത് കൃത്യമായിട്ട്, അതായത് നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പർ അതിൽ ഉൾപ്പെടുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ നിലവിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങളുടെ ആ ഒരു റാങ്ക് ഡീറ്റെയിൽസ് വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ പരിശോധിക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്ത് നോക്കുകയാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഇവിടെ ആപ്ലിക്കേഷൻ ഇൻഫോ റിക്കവറി എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തത് കാണാം. നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ID അറിയില്ല എന്നാണെങ്കിൽ നിങ്ങൾക്കിവിടെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയ മൊബൈൽ നമ്പർ, രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയ ഇമെയിൽ ID എന്നിവ നൽകി റിക്കവറിൽ ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് ഇവിടെ നിങ്ങൾക്ക് യുവർ ആപ്ലിക്കേഷൻ നമ്പർ, രജിസ്ട്രേഷൻ ID, ചലാൻ നമ്പർ എന്നുള്ള ആ ഒരു ഡീറ്റെയിൽസുകൾ വരുന്നതാണ്. ഞാനിവിടെ പ്രത്യേകിച്ചൊന്നും കൊടുക്കാത്തതുകൊണ്ടാണ് ഇവിടെ ഇൻവാലിഡ് ഇമെയിൽ ID, അതുപോലെ DOB മൊബൈൽ നമ്പർ എന്നിങ്ങനെ വന്നിട്ടുള്ളത്. നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, രജിസ്ട്രേഷൻ ID, അതുപോലെ തന്നെ ചലാൻ നമ്പർ എന്നിവ നിങ്ങൾക്ക് തിരികെ റിക്കവർ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതിനുശേഷം ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നൽകി വെരിഫൈ ചെയ്യുക. അതിനുശേഷം രജിസ്ട്രേഷൻ IDയും പാസ്വേഡ് നൽകി സൈൻ ഇൻ ചെയ്യുക. അപ്പോൾ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് വരുന്ന പേജ് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജാണ്. അപ്പോൾ ആ ഒരു പേജിൽ നിങ്ങളുടെ റിസർവേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കമ്മ്യൂണിറ്റി റിസർവേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏത് വിഭാഗത്തിലാണ് നിങ്ങളുടെ റിസർവേഷൻ വരുന്നത്, അതായത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങൾ EO വിഭാഗത്തിലാണെങ്കിൽ EO വിഭാഗത്തിലാണ് വരുന്നത്, അല്ലെങ്കിൽ SC ആണെങ്കിൽ SC വിഭാഗത്തിലാണ് വരുന്നത്, നിങ്ങൾ എന്ത് കമ്മ്യൂണൽ റിസർവേഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത് അതനുസരിച്ച് നിങ്ങൾക്ക് അവിടെ റിസർവേഷൻ വന്നിട്ടുണ്ടാകും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് ഫീ കൺസെഷൻ ഉണ്ടെങ്കിൽ, അതായത് SC ST OEC വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് ഫീ കൺസെഷൻസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഫീ കൺസെഷൻ എന്നുള്ള ഒരു ഭാഗം കൂടി ഉണ്ടാവും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഫീസിൽ വല്ല കൺസെഷൻസ് ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ അത് കൃത്യമായിട്ട് പരിശോധിച്ച് നിങ്ങൾക്ക് അവിടെ ഫീ കൺസെഷൻ ഡീറ്റെയിൽസ് ഒക്കെ ആ ഒരു ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് പരിശോധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻസിൻ്റെ ഡീറ്റെയിൽസും അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും, അത് നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ്, അതുപോലുള്ള നിങ്ങൾ അപ്ലോഡ് ചെയ്ത വിവിധ സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ വന്നിട്ടുണ്ടാവും. അത് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ പരിശോധിക്കുക. നിങ്ങൾക്ക് ചിലപ്പോൾ ബ്രൗസറിൽ നിന്ന് അത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഫോണിൻ്റെ ഫോൾഡറിൽ പോയിക്കൊണ്ട് നിങ്ങൾ അത് ഫയൽ ഡൗൺലോഡ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഓപ്പൺ ചെയ്യാനുള്ള സൗകര്യം ലഭ്യമാകുന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് കൃത്യമായിട്ട് നിങ്ങളുടെ ആ ഒരു ഫയൽസ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് അത് കറക്റ്റ് അല്ലേ എന്നുള്ളത് പരിശോധിക്കാൻ സാധിക്കും. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളുടെ ആക്സെപ്റ്റഡ് ഡാറ്റ. നിങ്ങൾ ഓൾറെഡി അത് പരിശോധിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് പരിശോധിച്ച് വല്ല തെറ്റുകൾ ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് പരിശോധിക്കുക. ആക്സെപ്റ്റഡ് ഡാറ്റാ പേജിൽ നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് ഒന്നും കാണുന്നതല്ല. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് പരിശോധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ലോഗിൻ ചെയ്ത പേജിൽ, അതായത് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിൽ തന്നെ സൈഡിലായിട്ട് ഇതുപോലെ 3 ലൈൻസ് കാണാൻ പറ്റും. അതായത് ഒരു ചുവപ്പ് കളറിലായിട്ട് 3 ലൈൻസ് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു രീതിയിൽ കാണുന്ന, അതായത് ലോഗിൻ പോലെ തന്നെ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ, അതായത് ഈ ഒരു ഇൻഡെക്സ് ആൻഡ് റാങ്ക് ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ ഇൻഡെക്സ് ആൻഡ് മാർക്ക് ആൻഡ് റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ നിങ്ങൾക്കൊരു ഏറോ സിമ്പിൾ ഉണ്ടാവും താഴോട്ടേക്ക് ക്ലിക്ക് ചെയ്യാനുള്ളത്. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വീണ്ടും ഇതേ രീതിയിൽ തന്നെ ഇൻഡെക്സ് ആൻഡ് റാങ്ക് ഡീറ്റെയിൽസ്, റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലിങ്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പിന്നീട് നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൻ്റെയും അതുപോലെ ഇൻഡെക്സ് മാർക്കിൻ്റെയും പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഈ ഒരു DHയുടെയും അതുപോലെ തന്നെ DPharmൻ്റെയും റാങ്ക് ഡീറ്റെയിൽസ് 2 സെപ്പറേറ്റ് ആയിട്ട് വന്നത് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ തന്നെ മാത്സ് മാത്രം പഠിച്ചവരാണ്, ബയോളജി പഠിക്കാത്ത വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു
അതായത് നിങ്ങൾക്ക് വരുന്ന ആ ഒരു റാങ്ക് എന്ന് പറഞ്ഞാൽ ഡി ഫാമിൻ്റേത് മാത്രമായിരിക്കും ഉണ്ടാകുക. എന്നാൽ നിങ്ങൾ ഈ ഒരു ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അതിനോടൊപ്പം മാത്സ് കൂടി പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഡി ഫാമിൻ്റെയും അതുപോലെ തന്നെ ഈ ഒരു DH ആൻഡ് പാരാമെഡിക്കൽ കോഴ്സസിൻ്റെയും ആ ഒരു റാങ്ക് ഡീറ്റെയിൽസ് വന്നത് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു റാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾ കൃത്യമായിട്ട് പരിശോധിക്കുക. നിങ്ങൾക്ക് അതുപോലെ തന്നെ ഇൻഡെക്സ് മാർക്ക് അവിടെ വന്നിട്ടുണ്ടാകും, അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു റാങ്ക് ഡീറ്റെയിൽസും വന്നിട്ടുണ്ടാകും. അപ്പോൾ റാങ്ക് ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഇൻഡെക്സ് മാർക്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഡി ഫാമിൻ്റെയും DH-യുടെയും ചെറിയ ചെറിയ വ്യത്യാസം വന്നത് കാണാൻ സാധിക്കും. അങ്ങനെ വരാൻ കാരണം എന്ന് പറയുന്നത് ഈ ഒരു ഡി ഫാം കോഴ്സിന് ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും അതുപോലെ തന്നെ ബയോളജി അല്ലെങ്കിൽ മാത്തമാറ്റിക്സ്, ബയോളജിക്കാണോ അല്ലെങ്കിൽ മാത്തമാറ്റിക്സിനാണോ ഏറ്റവും കൂടുതൽ മാർക്ക്, ആ ഒരു മാർക്കായിരിക്കും പരിഗണിക്കുക. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ മാർക്ക് പരിഗണിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ഡി ഫാമിൻ്റെ ഇൻഡെക്സ് മാർക്ക് ചിലപ്പോൾ ഈ ഒരു DH-യുടെയും പാരാമെഡിക്കലിൻ്റെയും നോക്കുന്ന സമയത്ത് അതിനേക്കാൾ കൂടുതൽ കുറച്ച് വ്യത്യാസമുണ്ടാകും. അതുപോലെ തന്നെ DH ചെയ്യാൻ പാരാമെഡിക്കൽ കോഴ്സസ് ആണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയുടെ മാത്രം മാർക്കിനെ, അതായത് +2-ൽ 120 ലഭിച്ച ടോട്ടൽ മാർക്കിനെ, അതായത് +2 സെക്കൻഡ് ഇയറിൽ ലഭിച്ച മാർക്കിനെ 1.2 കൊണ്ട് ഹരിച്ചാൽ നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് അതായിരിക്കും നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കിനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക. അപ്പോൾ അത് വെച്ചിട്ടാണ് നിങ്ങളുടെ ആ ഒരു റാങ്കും കാര്യങ്ങളൊക്കെ തയ്യാറാക്കപ്പെടുന്നത്. അപ്പോൾ അതിൽ നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് എത്രയാണ്, ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തത് കറക്റ്റ് അല്ലേ എന്നൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പരിശോധിച്ച് ഉറപ്പുവരുത്തുക. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷം തെറ്റുകൾ ഒന്നും ഇല്ല എങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് പേടിക്കേണ്ടതില്ല. നിങ്ങളുടെ അപേക്ഷയിൽ വല്ല തെറ്റുകൾ ഉണ്ട് എന്നാണെങ്കിൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് ഇവിടെ ആയിട്ട്, അതായത് നിങ്ങൾക്ക് ഹോം പേജിൽ തന്നെ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതായത് ഈ ഒരു LBSൻ്റെ ഇമെയിൽ ID കാണാം, അതായത് lbstvp@gmail.com എന്നുള്ള ഇമെയിൽ ID കാണാൻ പറ്റും. അപ്പോൾ അതിൽ ഇന്ന് വൈകുന്നേരം, അതായത് നവംബർ 18-ാം തീയതി വൈകുന്നേരം 5 മണിക്കുള്ളിൽ തന്നെ നിങ്ങളുടെ പരാതികൾ അറിയിക്കാവുന്നതാണ്. അതായത് നിങ്ങളുടെ അപേക്ഷയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റാങ്ക് ഡീറ്റെയിൽസിൽ അല്ലെങ്കിൽ ഇൻഡെക്സ് മാർക്കിൽ എന്താണ് തെറ്റ് വന്നിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ രേഖപ്പെടുത്തുക. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു ഇമെയിൽ IDയിലേക്ക് നിങ്ങളുടെ പരാതി എന്താണ്, ആ ഒരു പരാതി കൃത്യമായിട്ട് നിങ്ങൾക്ക് മലയാളത്തിലാണെങ്കിൽ മലയാളത്തിൽ ടൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ അത് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിനോടൊപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ആ ഒരു ഡോക്യുമെൻറ്റിൻ്റെ, അതായത് നിങ്ങൾ ചിലപ്പോൾ ആപ്ലിക്കേഷനിൽ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റ്സിൻ്റെ തെറ്റുകളൊക്കെ ആണെങ്കിൽ ആ ഒരു ഡോക്യുമെൻറ്റിൻ്റെ ആ ഒരു PDF ഫയൽ അതിനോടൊപ്പം അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ അതിൻ്റെ എന്തെങ്കിലും ആ ഒരു നിങ്ങളുടെ പ്രൊഫൈലിലെ ഏത് ഭാഗത്താണ് തെറ്റുള്ളത് എന്നത് നിങ്ങൾക്ക് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ഫോട്ടോ അറ്റാച്ച് ചെയ്തുകൊണ്ട് അയക്കാം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് സൗകര്യം അതനുസരിച്ച് നിങ്ങളുടെ അപേക്ഷയിലെ തെറ്റുകൾ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് ഈ ഒരു ഇമെയിൽ IDയിലേക്ക്, അതായത് lbstvp@gmail.com എന്നുള്ള ഇമെയിൽ IDയിലേക്ക് ഇന്ന് വൈകുന്നേരം 5 മണിക്കാണ് നിങ്ങളുടെ പരാതികൾ അറിയിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് സംശയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു പരാതിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ ഒരു LBSൻ്റെ കോൺടാക്റ്റ് നമ്പേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സൈഡിലായിട്ടുള്ള 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ കോൺടാക്ട്സ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തത് കാണാം. അവിടെ നിങ്ങൾക്ക് LBSൻ്റെ അലോട്ട്മെൻറ്റ് വിഭാഗത്തിൻ്റെയും ജനറൽ എൻക്വയറിയുടെയും അതുപോലെ തന്നെ അവരുടെ മൊബൈൽ നമ്പറും, അലോട്ട്മെൻറ്റ് വിഭാഗത്തിലെ മൊബൈൽ നമ്പറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് കോൾ അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പരാതികൾ നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്വേഡ്, അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ID എന്നിവ നിങ്ങൾ റിക്കവർ ചെയ്യാൻ നോക്കിയിട്ടും കിട്ടുന്നില്ല എങ്കിൽ ഈ ഒരു കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് LBSൻ്റെ ആ സെൻറ്ററിൽ നിന്ന് നിങ്ങൾക്ക് അത് തിരിച്ച് റിക്കവർ ചെയ്ത് എടുത്തു തരുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ നിങ്ങളുടെ അപേക്ഷയിൽ വല്ല തെറ്റുകൾ ഉണ്ടോ എന്നുള്ളത് പരിശോധിച്ച് തെറ്റുകൾ ഉണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം 5 മണിക്കാണ് നിങ്ങൾ LBS സെൻറ്ററിനെ ആ ഒരു കാര്യം അറിയിച്ച് അതുപോലെ അവരുടെ ഇമെയിൽ IDയിലേക്ക് നിങ്ങളുടെ പരാതികൾ അറിയിക്കാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ എപ്പോഴാണ് എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികളുടെ മെയിൻ റാങ്ക് ലിസ്റ്റ് വരുന്നത് ഈ ഏകദേശം ഒരു 3 ദിവസം കഴിഞ്ഞ ശേഷം നിങ്ങളുടെ മെയിൻ റാങ്ക് ലിസ്റ്റ് വരും. അതിനുശേഷം അന്നേ ദിവസം തൊട്ട് പിന്നീട് ഏകദേശം ഒരാഴ്ചയോളം നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സൗകര്യം ലഭ്യമാകുന്നതാണ്. നിലവിൽ വെബ്സൈറ്റിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സൗകര്യം ലഭ്യമാക്കിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ വരുന്ന സമയത്ത് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്താൽ മതി. കാരണം പല വിദ്യാർത്ഥികളും ഓപ്ഷൻ രജിസ്ട്രേഷൻ എപ്പോഴാണ് വരുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ടോട്ടലായിട്ട് ഡി ഫാമിനും അതുപോലെ മറ്റ് കോഴ്സുകൾക്കും എത്ര വീതം സീറ്റുകളാണ് ഉള്ളത് എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ്. അതിനായിട്ട് ഇവിടെ അപ്രൂവ്ഡ് കോളേജ് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്തെടുത്ത ശേഷം നിങ്ങൾക്ക് അതിൽ ഓരോ കോളേജിലും എത്ര വീതം സീറ്റുകളാണ് വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.